നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. അശ്വതി നാളുകാർക്ക് ഈ മാസം ഗുണഫലങ്ങൾ അധികരിച്ചു നിൽക്കുന്ന കാലമാണ്. ആരോഗ്യപരമായും ധനപരമായും തൊഴിൽപരമായും നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും വിട്ടൊഴിയും. ബന്ധുക്കളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. സ്വദേശം വിട്ട് അലഞ്ഞ് നടന്നിരുന്നവർക്ക് അതിന് ആശ്വാസമുണ്ടാകും. പൊതുവെ വിദേശ ജോലി ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിലിനായുള്ള പരിശ്രമങ്ങളിൽ ഇവർ മികച്ച വിജയം കൈവരിക്കും. പൊതുപ്രവർത്തന വിജയം നേടുന്നതിന് സാധിക്കും. ശാരീരികമായിട്ടുള്ള സുഖം അനുഭവത്തിൽ വരുന്ന ഒരു കാലം കൂടിയാണ്. പൊതുവെ പലതരത്തിൽ മാനസിക വിഷമം അനുഭവിച്ചിരുന്നവർക്ക് ആത്മധൈര്യം കൈവരുന്ന കാലം കൂടിയാണ്. സാമ്പത്തികപരമായി നിലനിന്നിരുന്ന അരിഷ്ടതകളിൽ നിന്ന് ഇവർക്ക് മോചനമുണ്ടാകുന്ന ഒരു കാലമാണിത്. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാം. പ്രേമവിവാഹത്തിന് ആഗ്രഹിച്ചിരുന്നവർക്ക് ബന്ധുജനങ്ങളിൽ നിന്ന് അനുകൂല തീരുമാനങ്ങളുണ്ടാകും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനും സാധ്യതയുണ്ട്. ദോഷപരിഹാരത്തിനായി ഇവർ ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പക്കപ്പിറന്നാൾ തോറും, അതായത് മാസത്തിലെ അശ്വതി നാളിൽ ശിവക്ഷേത്രത്തിൽ ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇവ നടത്തുന്നത് ഉത്തമമാണ്. നിത്യേന ഭവനത്തിൽ തന്നെ ശിവൻ്റെ നാമജപം നടത്തുന്നതും ഉത്തമമായിട്ടാണ് കാണുന്നത്.